Hello guys, welcome back to EduZone. Next, Indian subcontinent climate conditions ആണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The Indian subcontinent has unique climatic conditions. Although there exist regional variations, climate of Indian subcontinent is generally known as monsoon climate. The word monsoon is derived from the Arabic word mausim, which means seasons. Monsoon winds influence the climate of Indian subcontinent. This wind changes its direction according to the season. The Indian subcontinent has unique climatic conditions. അതായത് എല്ലാ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള രാജ്യമാണ് അല്ലേ. അതുപോലെ ശ്രീലങ്ക, ഐലൻഡുകളുണ്ട്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകളുണ്ട്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, മാൽദീവ്സ്, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഇങ്ങനെ കുറേ രാജ്യങ്ങൾ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ജിയോഗ്രഫിക്കൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത്. ഓൾദോ ദർ എക്സിസ്റ്റ് റീജിയണൽ വേരിയേഷൻസ്, എല്ലാ രാജ്യങ്ങളുടെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഒരുപോലെയല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭൂമിശാസ്ത്ര. ഇപ്പോൾ നമ്മുടെ ഇന്ത്യനിൽ തന്നെ പല സംസ്ഥാനങ്ങളും നമ്മൾ കണ്ട്, ഇന്ത്യയിൽ മാത്രം എടുത്തപ്പോൾ നോർത്തേൺ പ്ലെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ പെനിൻസുലാർ പ്ലാറ്റു ഉണ്ട്, താർ ഡെസേർട്ട് ഉണ്ട് അല്ലേ. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഒരു രാജ്യം മാത്രമാണ് ഇന്ത്യ. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ തന്നെ വളരെ വ്യത്യസ്തമായ റീജിയണൽ വേരിയേഷൻസ് ആണ് ഉള്ളത്. പക്ഷേ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഈസ് ജനറലി നോൺ ആസ് മൺസൂൺ ക്ലൈമറ്റ്. ക്ലൈമറ്റ് എന്താണ്? യുണീക്ക് ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആണ് അല്ലേ. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഹാസ് യുണീക്ക് climatic conditions, and the climate of Indian subcontinent is generally known as monsoon climate. എന്താണ് പറയപ്പെടുന്നത്? മൺസൂൺ ക്ലൈമറ്റ് ആണ്. അതായത് ഓരോ സീസണിലും ഓരോ തരത്തിലുള്ള ക്ലൈമറ്റാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. The word monsoon is derived from the Arabic word mausim. മൺസൂൺ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ്? എവിടുന്നാണ് നമുക്ക് മൺസൂൺ എന്നുള്ള പദം ലഭിച്ചത്? മൗസിം, അറബിക് പദമായ കാലാവസ്ഥ എന്നുള്ള അർത്ഥം വരുന്ന മൗസിം എന്ന അറബിക് പദത്തിൽ നിന്നാണ് നമുക്ക് മൺസൂൺ എന്ന പദം ഉത്ഭവിച്ചത്. മൺസൂൺ വിൻഡ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ദിസ് വിൻഡ്സ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ അക്കോർഡിംഗ് ടു ദി സീസൺ. അതായത് സീസണിനനുസരിച്ച് കാറ്റിൻ്റെ ദിശയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ്, പടിഞ്ഞാറ് നിന്ന് കിഴക്ക്, തെക്ക് വടക്ക്, ഇങ്ങനെ ദിശകൾ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സീസണിൻ്റെ കാലത്ത്. നമ്മളെ ഇവിടെ സമ്മർ സീസൺ ഉണ്ട്, വിൻ്റർ സീസൺ ഉണ്ട്, അതുപോലെ തന്നെ റെയിനി സീസൺ ഉണ്ട്. ഇങ്ങനെ ഓരോ സീസണിനനുസരിച്ചും വിൻഡിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി ഡ്യൂറിങ് സമ്മർ സോളിസ്റ്റിക്, വെൻ ദ പൊസിഷൻ ഓഫ് സൺ ഈസ് ഓവർ ദ സബ് കോണ്ടിനെൻറ്റ്, ദ എയർ ഓവർ ദ ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് റൈസസ്. The moisture laden wind from the ocean blows towards land, and it rains in many parts of the subcontinent. During the months of May and June, southwesterly winds blowing from the Indian Ocean to the Indian subcontinent causes widespread rainfall. എങ്ങനെയാണ് നമുക്കിവിടെ മഴ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഡ്യൂറിങ് സമ്മർ സോളിസ്റ്റിക്, അതായത് സമ്മർ സീസൺ, വേനൽക്കാലത്ത്, വെൻ ദ പൊസിഷൻ ഓഫ് സൺ ഈസ് ഓവർ ദ സബ് കോണ്ടിനെൻറ്റ്, സബ് കോണ്ടിനെൻറ്റ് നേരെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ആണ് എന്തുണ്ടാവുക? സണ്ണിൻ്റെ പൊസിഷൻ ഉണ്ടാവുക. ദ എയർ ഓവർ ദ ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് റൈസസ്. എന്ത് ചെയ്യും? നമ്മുടെ സബ് കോണ്ടിൻ്റെ നേരെ അന്തരീക്ഷത്തിലുള്ള എയർ പെട്ടെന്ന് ചൂടാവുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ദ മോയ്സ്ചർ ലാഡൻ വിൻഡ് ഫ്രം ദ ഓഷ്യൻ ബ്ലോസ് ടുവാർഡ്സ് ലാൻഡ് ആൻഡ് ഇറ്റ് റെയിൻസ് ഇൻ മെനി പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. ഈ സമയത്ത് ഈ മോയ്സ്ചർ, പൊടിപടലങ്ങൾ അടങ്ങിയിട്ടുള്ള കാറ്റ് എന്ത് ചെയ്യുന്നു? ഈ സമുദ്രത്തിൽ നിന്നും ബ്ലോസ് ടുവാർഡ്സ് ലാൻഡ്, എങ്ങോട്ട്? സമുദ്രത്തിൽ നിന്നും കരയിലേക്ക് അടിക്കും. ഇതെന്തിന് കാരണമാണ്? ഇറ്റ് റെയിൻസ് മെനി പാർട്സ് ഓഫ് ദ സബ് കോൺ, പല ഭാഗങ്ങളിലും മഴ ലഭിക്കും. ഡ്യൂറിങ് മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ, അത് കഴിഞ്ഞ് മെയ് ഭയങ്കര ചൂടുള്ള കാലഘട്ടം, ജൂണിലും മെയ്യിലും വേനൽ മഴ മെയ്യിൽ കിട്ടും. പിന്നെ ജൂണിൽ സൗത്ത് വെസ്റ്റേർലി വെൻറ്റ്, അതായത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ്, ബ്ലോവിങ് ഫ്രം ഇന്ത്യൻ ഓഷ്യൻ ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് കോസസ് വൈഡ് സ്പ്രെഡ് റെയിൻഫാൾ. അതായത് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന കാറ്റ്, നമ്മൾ പറയും പെട്ടെന്ന്
ഭൂമിയിലെ വായു ചൂടായിട്ട് മുകളിലേക്ക് പൊങ്ങിയിട്ട് ഓഷ്യനിൽ നിന്നും വരുന്ന കാറ്റ് എന്ത് ചെയ്യുന്നു, കരയിലേക്ക് വരികയും ചിലയിടങ്ങളിൽ മഴ ഉണ്ടാവുകയും ചെയ്യുന്നു, വേനൽ മഴ പോലെ. പിന്നെ മെയ് ജൂൺ മാസങ്ങളിൽ എന്ത് ചെയ്യുന്നു, തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശും ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന്. അതിൻ്റെ ഫലമായിട്ട് വളരെ ശക്തമായ മഴയാണ് നമുക്ക് മെയ് ജൂൺ മാസങ്ങളിൽ ലഭിക്കുന്നത്. ഇവിടെ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞത്, സണ്ണിൻ്റെ നമ്മൾ ശരിക്കും സണ്ണല്ല മൂവ് ചെയ്യുന്നത്, എർത്ത് ഭൂമിയുടെ റൊട്ടേഷനും റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മൂവ്മെൻറ്റ് അനുഭവപ്പെടുന്നത്. ദ ഫിനോമിനൻ ഇൻ വിച്ച് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സൺ ചേഞ്ചസ് ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 ഡിഗ്രി നോർത്ത് ആൻഡ് Tropic of Capricorn 23 degrees half south is known as apparent movement of sun. Phenomenon which relative position of sun changes. അതായത് സൂര്യൻ്റെ പൊസിഷൻ, സ്ഥാനം എന്ത് ചെയ്യുന്നു, ഈ 23.5 ഡിഗ്രി നോർത്തിൻ്റെ ഇടയിലും അതുപോലെ കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത്, അതിനെന്ത് പറയുക, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഉത്തരായന രേഖ, അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ ദക്ഷിണായ രേഖ. നമ്മൾ അത് ഗ്ലോബ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇക്വേറ്റർ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഏത് ദിശയിലാണ് അത് പറയുന്നത്, ഇങ്ങനെ പിന്നെ ഹൊറിസോണ്ടലായിട്ടുള്ള ആ ലൈനുകളായിരിക്കും വരുന്നത്. ഡ്യൂ ടു ദ റെവല്യൂഷൻ ഓഫ് എർത്ത്, ദ ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് ആക്സിസ്, ഇറ്റ് ഫീൽസ് ദാറ്റ് സൺ എക്സ്പീരിയൻസസ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മുടെ ഭൂമിയുടെ റെവല്യൂഷൻ അറിയാലോ അല്ലേ, റെവല്യൂഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നു, ഭൂമിയുടെ സ്വന്തം അച്ചുതണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് സൂര്യൻ നമുക്ക് എന്ത് ചെയ്യുന്നു, അപ്രത്യക്ഷമായിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ നമ്മുടെ നേരെയായിട്ടൊക്കെ തോന്നും. അതൊക്കെ എന്തിൻ്റെ ഫലമായിട്ടാണ്, ഭൂമിയുടെ റെവല്യൂഷൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ എന്താണ് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ? ഫിനോമിനൻ ഇൻ വിച്ച് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സൺ ചേഞ്ചസ് ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഈസ് നോൺ ആസ് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. Sun position changes between Tropic of Cancer, that is 23.5 degree north, and Tropic of Capricorn 23.5 degree south. This is known as apparent movement of the sun. ഇപ്പോൾ നമ്മൾ സമ്മർ സീസണിലെ മഴയാണ്, ആ ഒരു വിൻഡിൻ്റെ ഡയറക്ഷനാണ് പറഞ്ഞത്. വിൻഡ് ഇന്ത്യൻ ഓഷ്യയിൽ നിന്നും കരയിലേക്ക് അടിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ചില ഭാഗങ്ങളിൽ മഴ ഉണ്ടാവും. പിന്നെ മെയ് ജൂൺ മാസങ്ങളിലാവുമ്പോൾ സൗത്ത് വെസ്റ്റേർലി വിൻഡാണ് വരുന്നത് അല്ലേ, അത് വൈഡ് സ്പ്രെഡ് റെയിനും കാരണമാവുമെന്ന് പറയുന്നു. ഡ്യൂറിങ് വിൻ്റർ, ഇനി അത് കഴിഞ്ഞ് റെയിൻഫാളൊക്കെ, ഹെവി റെയിൻഫാളൊക്കെ കഴിഞ്ഞിട്ട് നല്ല തണുപ്പുള്ളൊരു സീസൺ വരും. ഡ്യൂറിങ് വിൻ്റർ സോളിസ്റ്റിക്, വെൻ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ഓവർ ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ലാൻഡിലല്ല, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യൻ ഓഷ്യയിലായിരിക്കും എന്തുണ്ടാവുക, പൊസിഷൻ ഉണ്ടാവുക. ദ എയർ ഓവർ ദ സീ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ് ആൻഡ് വിൻഡ് ബ്ലോസ് ഫ്രം ഹിയർ ഫ്രം ദ നോർത്ത്. എങ്ങനെയാണ്, അതായത് നോർത്തിൽ നിന്നും കാറ്റ് അടിക്കും. ആസ് വിൻഡ് ബ്ലോവിങ് ഫ്രം ദ നോർത്ത് ഈസ്റ്റ് ടു ദ സൗത്ത് വെസ്റ്റ് ഡ്യൂറിങ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ആർ ജനറലി ഡ്രൈ, ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ വിൽ ബി ലെസ്. അതായത് പൊതുവെ ഈ സമയത്ത് അടിക്കുന്ന കാറ്റ് സണ്ണിൻ്റെ ഡയറക്ഷൻ നേരെ ഇന്ത്യൻ ഓഷ്യയിലാകുന്ന സമയത്ത്, ഏകദേശം ഏത് മാസങ്ങളിലാണ് വിൻ്റർ സീസൺ, സെപ്റ്റംബർ ആൻഡ് ഒക്ടോബറിലൊക്കെ ആകുമ്പോൾ ഡ്രൈ സീസണാണ്. ആ സമയത്ത് മഴ വളരെ കുറച്ചേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിൻ്റെ വിൻഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ടു ദ സൗത്ത് വെസ്റ്റ്, വടക്ക് കിഴക്കിൽ നിന്നും തെക്ക് പടിഞ്ഞാറിലേക്കാണ് എന്ത് പോവുക, മഴ പോവുക. But the absorption of water vapor from the Bay of Bengal leads to widespread rainfall over the eastern coast of peninsula. ഈ സമയത്ത് പിന്നെ ഇന്തോനേഷ്യയിൽ ഈ ബംഗാൾ ഉൾക്കടലുണ്ടല്ലോ, ഈ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള വാട്ടർ വേപ്പറിൻ്റെ അബ്സോർപ്ഷൻ കാരണം പെനിൻസുല, നമുക്കറിയാലോ ഏതൊക്കെയാണ് പെനിൻസുല എന്നുള്ളത്, നമ്മുടെ മഹാരാഷ്ട്ര, കേരള, കർണാടക, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളാണ് പെനിൻസുല. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ് അല്ലേ, അവിടെയൊക്കെ ശക്തമായ മഴ ലഭിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് സെയിം എല്ലായിടത്തും ഒരേപോലെയാണോ, ഒരേ സമയത്തും ഒരുപോലെയാണോ നമുക്ക് മഴ ലഭിക്കുന്നത് എന്ന്. Hello, next, don't you understand that the Indian subcontinent does not receive same amount of rainfall everywhere?
എന്താണ് ക്വസ്റ്റ്യൻ? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ രാജ്യങ്ങൾ അറിയാം അല്ലേ? അവിടെ ഡസ് നോട്ട് റിസീവ് സെയിം, എപ്പോഴും എല്ലാ സമയത്തും ഒരേപോലെയാണോ നമുക്ക് മഴ ലഭിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡ്യൂറിങ് ഒരിക്കലും അല്ല അല്ലേ? നമുക്കൊന്ന് നോക്കാം. ഡ്യൂറിങ് സമ്മർ സോളിസ്റ്റിക് വെൻ ദ പൊസിഷൻ ഓഫ് സൺ ഈസ് ഓവർ സബ് കോണ്ടിനെൻറ്റ് ദ എയർ ഓവർ ദ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ആവാതിരിക്കാനുള്ള കാരണം നമ്മൾ നോക്കി. ഡ്യൂറിങ് സമ്മർ സോളിസ്റ്റിക്, വേനൽക്കാലത്ത് സണ്ണ് എവിടെ? സബ് കോണ്ടിനെൻറ്റില്ലേ, നമ്മുടെ വൻകരയിലായിരിക്കും സണ്ണിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ടുണ്ടാവും. ദ എയർ ഓവർ ദ ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് റൈസ്, ആ സമയത്ത് ഭൂമിയിലെ സബ് കോണ്ടിനെൻറ്റിലെ എയർ, വായു ചൂടായിട്ട് മുകളിലേക്ക് പോകും അല്ലേ? അപ്പോൾ നമുക്കവിടെ മഴ. ദെൻ മോയ്സ്ചർ ലാഡൻ വിൻഡ് ഫ്രം ഓഷ്യൻ ബ്ലോസ് ടുവാർഡ്സ് ദ ലാൻഡ് ആൻഡ് ഇറ്റ് റെയിൻസ് ഇൻ മെനി പാർട്സ് ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. അപ്പോൾ കാറ്റ് എവിടെ നിന്ന് വരും? ഇന്ത്യൻ ഓഷ്യയിൽ നിന്നും വരുന്ന കാറ്റ് കരയിലേക്ക് അടിക്കുകയും അവിടെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഡ്യൂറിങ് ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ, പിന്നെ മെയ് മാസമാകുമ്പോഴേക്കും ഏത് തരത്തിലുള്ള കാറ്റാണ്? സൗത്ത് വെസ്റ്റേർലി വിൻഡ് ബ്ലോയിങ് ഫ്രം ഇന്ത്യൻ ഓഷ്യൻ ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് കോസസ് വൈഡ് സ്പ്രെഡ് റെയിൻഫാൾ. ജൂണിലാണല്ലോ മഴ കൂടുതലായിട്ട് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഏത് തരത്തിലുള്ള കാറ്റാണ് അടിക്കുന്നത്? സൗത്ത് വെസ്റ്റേർലി വിൻഡ്, കിഴക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് അടിക്കുന്ന കാറ്റ്. ഇന്ത്യൻ ഓഷ്യയിൽ നിന്നും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് വീശുന്ന കാറ്റ് നല്ല ശക്തമായ മഴയ്ക്ക് കാരണമാകും. ഇനി ഡ്യൂറിങ് വിൻ്റർ സോളിസ്റ്റിക് വെൻ ദ പൊസിഷൻ ഓഫ് സൺ ഈസ് ഓവർ ഇന്ത്യൻ ഓഷ്യൻ, അപ്പോൾ പൊസിഷൻ എവിടെ എത്തും? വിൻ്റർ സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും ഇന്ത്യൻ ഓഷ്യനിലായിരിക്കും എന്ത് പൊസിഷൻ വരുന്നത്. ദ എയർ ഓവർ ദ സീ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ് ആൻഡ് വിൻഡ് ബ്ലോസ് ഹിയർ ഫ്രം ദ നോർത്ത്. അതെങ്ങനെ വരുന്നത്? നോർത്തിൽ നിന്നുമുള്ള കാറ്റ് അല്ലേ? ആ സമയത്ത് എവിടെ മഴ ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞത്? പെനിൻസുല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞത്? എവിടേക്കെയാണ് മഴ കൂടുതൽ ലഭിക്കുന്നത്? ഏത് സമയത്താണ്? വേനൽക്കാലത്ത് സണ്ണിൻ്റെ പൊസിഷൻ സബ് കോണ്ടിനെൻറ്റിലായിരിക്കും. അപ്പോൾ അവിടുത്തെ ലാൻഡ് ചൂടാകും. ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും വരുന്ന നല്ല കാറ്റ് ചിലയിടങ്ങളിൽ മഴയ്ക്ക് കാരണമാകും. പിന്നെ മെയ് ജൂൺ മാസങ്ങളിലാവുമ്പോൾ വീശുന്ന കാറ്റ്, സൗത്ത് വെസ്റ്റേർലി വിൻഡ്, സബ് കോണ്ടിനെൻറ്റിൽ നല്ല മഴ ലഭിക്കും. വിൻ്റർ സീസണിൽ പെനിൻസുലാർ ഏരിയകളിൽ, കാരണം ഏത് ഡയറക്ഷനിലാണ് വിൻഡ് പോകുന്നത്? നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് പൊസിഷനിലാണ് പോകുന്നത്. ഇനി ലെറ്റ് us see the factors that influence climate of an area. ഒരു ഏരിയയിൽ, ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ, വിൻഡ്. ഇതൊക്കെയാണ് ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, ഏതൊക്കെയാണെന്ന് പറഞ്ഞ്? ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ,